ഹലോ. സൺഡേ മോർണിംഗ് എല്ലാ വീക്കും പോലെ തന്നെ 6 മണി കുർബാനയ്ക്കാണ് കേട്ടോ പോയത്. കുർബാന കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് പോയത്. വേറൊന്നുമല്ല, കുഞ്ഞവിടെ ആയിരുന്നു, അവളെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി പോയതാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ വണ്ടിയൊന്നും കിട്ടിയില്ല. എന്നാൽ പിന്നെ ഞാൻ നടക്കാമെന്ന് തീരുമാനിച്ചു. കുറേ ആയി കേട്ടോ ഞാൻ നടന്നിട്ട്. എൻ്റെ ആരോഗ്യം പകുതി പോയതിൻ്റെ കാരണം തന്നെ ഈ നടത്തമാണ്. സിറ്റിയിൽ നിന്ന് ഏകദേശം 2-3 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നടക്കാൻ. കുന്നും മലയും ഇങ്ങനെ കയറി ഇറങ്ങണം. ഈ വഴി കണ്ടാൽ തന്നെ അത് മനസ്സിലാവും. ഏകദേശം മടുത്തിട്ടാട്ടോ ഞാൻ നടക്കുന്നത്. ഞാനുണ്ടല്ലോ 18 വർഷം ഈ വഴിയിലൂടെ നടന്നാണ് കേട്ടോ സ്കൂൾ കോളേജൊക്കെ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോഴാണെങ്കിൽ ബാഗ് തന്നെ കാണും കിലോ കണക്കിന് വെയിറ്റ്. അതും പൊക്കി പിടിച്ച് നടക്കുമ്പോൾ തന്നെ ചെത്തേ എന്നും പറഞ്ഞാണ് വീട്ടിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു, ആഴ്ച 3 ദിവസം പഠിത്തവും ബാക്കി അവധിയും കിട്ടണേന്ന്. പക്ഷെ അപ്പോൾ അതൊന്നും കിട്ടിയില്ല. പഠിത്തമൊക്കെ കഴിഞ്ഞ് കൊറോണക്കാർക്കാണ് കേട്ടോ ആ ഭാഗ്യവും എൻ്റെ പ്രാർത്ഥനയും. എൻ്റെ മാത്രമല്ല, 90s കിഡ്സിൻ്റെ എല്ലാ പ്രാർത്ഥനയും ഫലിച്ചത് ഈ കൊറോണ ബാച്ചുകാർക്കാണ് കേട്ടോ. മിക്ക ആഴ്ചകളിലും എനിക്ക് തിങ്കളാഴ്ച പനിയാണ് കേട്ടോ. അതെന്നാന്ന് വെച്ചാൽ ശനിയും ഞായറൊക്കെ വീട്ടിൽ ഇരുന്ന് കഴിയുമ്പോൾ പിന്നെ എനിക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇത്രയും ദൂരം നടക്കണമല്ലോ എന്ന് ഓർത്തിട്ടാണ്. ആ കാണുന്ന പള്ളിയും ഞാൻ നിൽക്കുന്ന സ്ഥലവുമായിട്ടുള്ള അത്രയും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട് പോകുന്ന ആ ദൂരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്കൂളിലൊക്കെ പോകുക എന്നുള്ളതേ ഭയങ്കര മടിയുള്ളൊരു കാര്യമായിരുന്നു. ഇതുണ്ടോ എൻ്റെ ഫേസൊക്കെ ഇരിക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം അത്രയും ദൂരം നടന്നതിൻ്റെ കേട്ടോ. വിയർപ്പിൽ തന്നെ കുളിച്ച് ഞാൻ വീട്ടിൽ പോകുന്നത്. ആ ഒരു അവസ്ഥയല്ല. സ്കൂളിൽ പഠിക്കുമ്പോഴും അതെ, ഏകദേശം ഒരു 18 വർഷം ഞാൻ ഈ അവസ്ഥയിൽ തന്നെയാണ് ഡെയിലി ഈ വീട്ടിൽ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴൊക്കെ ഉണ്ടല്ലോ നടക്കുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് വലിയൊരു ടാസ്ക് കേട്ടോ. ഞാൻ വരുന്നതും കാത്തിരിക്കുവാണ് കേട്ടോ അമ്പൂട്ടി ഇവിടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ, ടാറ്റാ.